LSS പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികൾക്ക് മലയാളം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. കോലത്തുനാട്ടിലെ ഉദയവർമ്മ രാജാവിന്റെ പ്രശസ്തനായ സദസ്യർ. ഉത്തരം ചെറുശ്ശേരി. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ഇത് ആരുടെ വരികളാണ്? ഉത്തരം കുമാരനാശാൻ. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി. ആശയം വിശദമാക്കുക. ഉത്തരം വിജ്ഞാന സമ്പാദത്തിന് തുടക്കം കുറിക്കുമ്പോൾ അറിയാം നമ്മൾ നേടിയ അറിവുകൾ വളരെ കുറവാണ്, അറിയാൻ ഇനിയും ഒരുപാട് ഉണ്ട് എന്ന്. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിന്നും. ഈ കവിതാഭാഗത്തിലെ തിങ്കൾ എന്ന പദം സൂചിപ്പിക്കുന്നത് എന്ത്? ഉത്തരം ചന്ദ്രൻ. ഭൂതപ്പാട്ട് എന്ന കവിത രചിച്ചത് ആര്? ഉത്തരം ഇടശ്ശേരി. ജയചന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശരിയായ പേര്. പത്തനംതിട്ടയിലെ വകയാറിലായിരുന്നു ജനനം. ഒരു സന്യാസിയായിരുന്നു. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായിരുന്നു. ഈ സൂചന അനുസരിച്ച് അദ്ദേഹത്തിന്റെ പേര് കണ്ടെത്തുക. ഉത്തരം നിത്യചൈതന്യയതി. വസന്തകാലം എന്നാൽ പൂക്കാലം. ഹേമന്തകാലം എന്നാൽ എന്ത്? ഉത്തരം മഞ്ഞ്. ആർത്തിരമ്പുക എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം ആർത്ത് പ്ലസ് ഇരമ്പുക. കേരളമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം. ഇതിൽ അന്തരംഗം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം? ഉത്തരം മനസ്സ്. വീട്ടുമുറ്റത്ത് നട്ട പനിനീർ ചെടിയുടെ ദിവസം തോറും ഉള്ള വളർച്ച എനിക്ക് സന്തോഷം നൽകി. ഇതിൽ ദിവസം തോറും എന്ന പദത്തിന്റെ മറ്റൊരു വാക്ക്? ഉത്തരം അനുവാസരം. കഥയറിയാതെ ആട്ടം കാണുക. ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം? ഉത്തരം കാര്യം അറിയാതെ വീക്ഷിക്കുക. കേളിക്കൊട്ട് ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കഥകളി. വള്ളം കളിയുമായി ബന്ധപ്പെട്ട പാട്ടുകൾക്ക് പറയുന്ന പേര്? ഉത്തരം വഞ്ചിപ്പാട്ട്. ഒന്നാമത്തെ ട്രാക്കിലൂടെ പടക്കുതിരയെ പോലെ പറന്നു വന്ന ആ ജലരാജൻ വിജയക്കൊടി വാങ്ങി വള്ളത്തിൽ നാട്ടി. ആ ജലരാജൻ ആര്? ഉത്തരം നടുഭാഗം ചുണ്ടൻ. അങ്ങൊന്ന് ബുദ്ധിമാനറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന്, എന്നാൽ നല്ല മനുഷ്യരാകാൻ എല്ലാവർക്കും കഴിയും. എവിടെ, എപ്പോൾ, ആര് പറഞ്ഞു? ഉത്തരം ബീർബലിന്റെ ആദ്യകാല അധ്യാപിക കൊട്ടാരത്തിൽ വെച്ച് അക്ബർ ചക്രവർത്തിയോട്. ഭക്ഷണത്തിൽ 101 കറികൾ വേണം. ഭക്ഷണശേഷം 3 പേരെ തിന്നണം. അതിനുശേഷം 4 പേർ ചുമക്കണം. വരരുചിയുടെ വാക്കുകൾ കേട്ട് പഞ്ചമി ഒരുക്കിയ വിഭവങ്ങൾ ഏതെല്ലാം? ഉത്തരം ഇഞ്ചിക്കറി, അടയ്ക്ക, വെറ്റില, 100, ഒരു കട്ടിൽ. വിളക്കേന്തിയ വനിത എന്ന വിശേഷണം ലഭിക്കുന്നത് ആർക്ക്?
ഉത്തരം ഫ്ലോറൻസ് നൈറ്റിംഗേൽ. കേരളത്തിന്റെ പരമ്പരാഗത നാടകാഭിനയ രൂപം. ഉത്തരം കൂടിയാട്ടം. കേരള ഗാനം രചിച്ചത് ആര്? ഉത്തരം ബോധേശ്വരൻ. വള്ളത്തോൾ രചിച്ച മഹാകാവ്യം. ഉത്തരം ചിത്രയോഗം. ബധിരവിലാപം കവിയുടെ കേൾവിക്കുറവ് കൊണ്ട് എഴുതിയ കവിതയാണ്. ആരാണ് ഈ കവിത എഴുതിയത്? ഉത്തരം വള്ളത്തോൾ. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ പേര്? ഉത്തരം കേരള ഗാനം. കാപ്പീരികളുടെ നാട്ടിൽ എന്നത് ആഫ്രിക്കയിലൂടെ ഗ്രന്ഥകാരൻ നടത്തിയ യാത്രാ വിവരണമാണ്. ആരാണ് ഈ പുസ്തകം രചിച്ചത്? ഉത്തരം എസ്.കെ. പൊറ്റക്കാട്. പഴുത്ത മാവിൻ ഇല കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലും കളഭം മണക്കും. ഈ വരിയിലെ അർത്ഥം എന്ത്? ഉത്തരം പഴുത്ത മാവിന്റെ ഇലകൾക്കുള്ള ഔഷധ ഗുണം പല്ലിന്റെ കേടുപാട് മാറുന്നു. 1913 കോഴിക്കോട് ജില്ലയിലെ ജനനം. ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. രാജമല്ലി, ഒരു ദേശത്തിന്റെ കഥ തുടങ്ങിയവ കൃതികളാണ്. 1982 അന്തരിച്ചു. ആരാണ് ഈ സാഹിത്യകാരൻ? ഉത്തരം എസ്.കെ. പൊറ്റക്കാട്. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ഇത് ആരുടെ വരികളാണ്? ഉത്തരം വള്ളത്തോൾ. ആദ്യമായി വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം 1991 പാലാ നാരായണൻ നായർ. ഏത് കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്? ഉത്തരം രാമനാട്ടം. ദൈവം എന്ന പദത്തിന്റെ തൽഭവ രൂപം ഏത്? ഉത്തരം തെയ്യം. ചാരി എന്ന നൃത്തം ഏത് കലാരൂപത്തിന്റെ ഭാഗമാണ്? ഉത്തരം ചാക്യാർ കൂത്ത്. മഹാകവി ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏത്? ഉത്തരം കേരള സാഹിത്യ ചരിത്രം. ചാക്യാർ കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണം ഏത്? ഉത്തരം മിയാവ്. എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം ഒരു ദേശത്തിന്റെ കഥ. സ്വന്തം ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹിത്യ രൂപം? ഉത്തരം ആത്മകഥ. വാദ്യം, സംഗീതം, നൃത്തം, അഭിനയം എന്നിവ ഒന്നിച്ചു ചേരുന്ന കലാരൂപം? ഉത്തരം കഥകളി. ഐതിഹ്യമാല എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി.
കൃതി ആരുടേതാണ്? ഉത്തരം ONV കുറുപ്പ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം